ലഹരിക്കെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 35,42,30,166 രൂപ വരവും 35,12,63,333 രൂപ ചെലവും 23,66,833 രൂപ നീക്കി ബാക്കിയും കണക്കാക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഉമറലി കരേക്കാട് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 90 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 58 ലക്ഷവും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. കാടാമ്പുഴയിൽ വനിതാ ഭവനും വനിതാ സൗഹൃദ ഹാളും ഫീഡിംഗ് റൂമും ഒരുക്കുന്നതിന് 50 ലക്ഷം രൂപ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മാറാക്കര പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മെയ് മാസത്തോടെ നാടിന് സമർപ്പിക്കുമെന്നും അതിന്റെ തുടർ നടപടികൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു. മാറാക്കര പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 2020 ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ മുൻകാലങ്ങളിൽ ഒട്ടേറെ മഹാന്മാരുടെയും അതോടൊപ്പം തന്നെ നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ ഒട്ടേറെ ജനപ്രതിനിധികളുടെയും ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒരു കുഗ്രാമമായിരുന്ന ഈ മാറാക്കര പ്രദേശം നമ്മൾ ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് മാറ്റപ്പെടാൻ സഹായകമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 2020 ഈ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന സമയം മുതൽ ഇന്ന് ഏകദേശം 4 വർഷക്കാലം പിന്നിട്ട് 5ാമത്തെ വർഷത്തേക്ക് നമ്മൾ മുന്നേറുമ്പോൾ സമാനതകളില്ലാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഈ ബജറ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. ശുചിത്വ മേഖലയിൽ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നതിന് പിലാത്തറയിൽ വിട്ടുകിട്ടിയ റവന്യൂ ഭൂമിയിൽ MCF കെട്ടിടം നിർമ്മിക്കുന്നതിന് 30 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 27 ലക്ഷവും പട്ടികജാതി ക്ഷേമത്തിന് 50 ലക്ഷവും വയോജന ക്ഷേമത്തിന് 4.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 6 കോടി രൂപ റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി നീക്കിവച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ തുറന്ന പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ കൂടുതൽ ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി 1 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു. പ്രസിഡന്റ് KP ഷെരീഫ ബഷീർ ആമുഖ പ്രസംഗം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംല ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N കുഞ്ഞുമുഹമ്മദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നജിമത്ത്, പഞ്ചായത്ത് മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മാറാക്കര. Yes.